ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു ഇൻഡോനേഷ്യൻ ബ്രൈഡാണ് കേട്ടുള്ളത്. ഇൻഡോനേഷ്യൻ ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു ഹിന്ദു ബ്രൈഡായിട്ട് ഒരുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ബ്രൈഡിൻ്റെ ഫാദർ ഇൻ ലോയാണ് എൻ്റെ അടുത്ത് വരുന്നത് കേട്ടോ, ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനല്ല, നമുക്കിത് എങ്ങനെ ഇരിക്കും എന്താണ് എന്നുള്ളൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെയധികം എനിക്ക് സന്തോഷം തന്നൊരു വർക്കായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാവം കുട്ടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ എന്തൊക്കെയോ മനസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഞാൻ പറയുന്നതും ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മോളായിരുന്നു. അതുപോലെ തന്നെ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു ആൾക്ക്. എന്തൊരു എളിമയായിരുന്നു, എന്തൊരു സ്നേഹമാണ്, എന്ത് സൈലൻ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മളോട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ സ്കിൻ പ്രിപ്പറേഷനൊക്കെ ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ലൈറ്റായിട്ട് മതി എന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. കാരണം കുട്ടിയുടെ ഫേസ് അധികം അവരെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. വന്നാൽ കുട്ടീനെ ഒരു ഹിന്ദു ട്രഡീഷണൽ ലുക്കിൽ കിട്ടും വേണം. അപ്പം അങ്ങനത്തെ ഒരു ട്രഡീഷണൽ മാല അങ്ങനെയൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഒരുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹെയറിൽ വന്നിട്ട് ആ പുള്ളിക്കാരിയുടെ വിഗ് വെച്ചേക്കുന്നതാണ് കേട്ടോ, റിയൽ ഹെയർ അല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ചീവാൻ അങ്ങനെ ഒത്തിരി പ്രസ് ചെയ്ത് കോംബ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചത്, എന്താ ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയല്ലല്ലോ, ചേച്ചി എന്താ ഇങ്ങനെ ചെയ്തത്, ആ കുട്ടിക്ക് ഇങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നായിരുന്നു എന്നൊക്കെ ഒരുപാട് കമൻസും നേരിട്ടും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ഞാൻ വലിയ യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കതിനെ കോംബ് ചെയ്തെടുക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിറ്റിങ്സ് ആയിരുന്നു അതിൻ്റെ. എനിക്കറിയില്ല നമ്മുടെ ഇവിടെയാണോ അവിടെ നിന്ന് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഹിന്ദു ബ്രൈഡൽ ട്രഡീഷണൽ ലുക്കിലാണ് നമുക്ക് കുട്ടീനെ ഒരുക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഈവനിങ് റിസപ്ഷൻ ലുക്ക് ഉണ്ട്. അത് വന്നിട്ട് നല്ല പക്ക ഒരു മോഡേൺ പോലത്തെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹെയറിൽ തന്നെ നമുക്ക് രണ്ടും സ്റ്റൈലും ചെയ്യും വേണം. അപ്പോൾ ആ ഒരു ഇതിലാണ് അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഐ മേക്കപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാമായിരുന്നു കേട്ടോ. കാമൻ ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു സംസാരം, ചിരി. ഇപ്പം ഇതൊന്നും അതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ വളരെ ചുരുക്കേണ്ട പരിമിതികളുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കിയിട്ടാണ് ചെയ്തേക്കണേ. നൈസായിട്ടുള്ള സൈലൻ്റ് എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഫാദർ ഇൻ ലോയാണ് കേട്ടോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ ഒരു മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, എനിക്ക് അറിയുപോലുമില്ല. അങ്ങനെ ഇരിക്കൽ ഈ കുട്ടി വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അടുത്തോട്ട് വന്നു. ഹസ്ബൻഡും കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും കുട്ടിയായിട്ട് വന്നു. കുട്ടി മദർ ഇൻ ലോയും കൂടിയിട്ടാണ് വന്നത്. അങ്ങനെ എന്നെ പരിചയപ്പെടുത്തി തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഹാപ്പിയായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ടൈമിങ്ങിനെത്തി. വന്നപ്പോൾ തന്നെ എന്നെ വിഷ് ചെയ്ത് കയറി വന്നു. ഭയങ്കര എളിമയും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഡാർക്ക് ലിപ്സ്റ്റിക്കൊക്കെ കൊടുത്ത്, പുള്ളിക്കാരി അങ്ങനെ ലിപ്സ്റ്റിക്കോ ഷെയ്ഡൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആൾക്കിങ്ങനെ ഓരോന്നിടുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊന്നല്ല, ഈ വീഡിയോയിൽ കാണുന്നതല്ല, ഭയങ്കര പൊട്ടി ചിരിക്കായിരുന്നു ചിലതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ കൊടുത്ത് ആളെ ഒരു ഹിന്ദു ബ്രൈഡലിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ.
അപ്പോൾ പുള്ളിക്കാരി അവിടെ ക്രിസ്ത്യനാണ് കേട്ടോ. അവർ ഇവിടെ വന്നിട്ട് ഹിന്ദുവാണ്, പയ്യൻ ഹിന്ദുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രൊസീജിയറുകളൊക്കെ ഉണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാനൊക്കെ. അതെല്ലാം ഒത്തിരി നാളത്തെ പ്രയത്നം മൂലമാണ് അവരിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ തന്നെ എന്തൊക്കെ 2 കമ്മലിട്ട് കൊടുത്തു. ഒരെണ്ണം നല്ല വലിയ കമ്മലാട്ടോ, ഒരെണ്ണം കുഞ്ഞിതാ ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇതിലേത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾ വലുതാ പറഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു ലുക്കിൽ നിൽക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തു, വലിയ കമ്മൽ തന്നെ ഇട്ട് കൊടുത്ത്. കണ്ടോ, സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്ത് ഞങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പോയി എടുത്തത്. ഓർണമെൻറ്റ്സ്, ആ കുട്ടിക്കുള്ള ഓർണമെൻറ്റ്സ് എങ്ങനെ എന്തെന്ന് അവരിങ്ങനെ ഒരുക്കി തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത്. ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് അവർ വിട്ടു തന്നത്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഞാൻ പോയി എടുത്തു, വള, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ എടുത്തത് തൃശ്ശൂർ വെഡ്ഡിങ് ചാംസ് എന്ന് കൊണ്ടുവന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. റെൻ്റൽ ജ്വല്ലറീസാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓർണമെൻറ്റ്സ് അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ഓർണമെൻറ്റ്സ് എടുക്കുന്നത് അതവർക്ക് യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് എടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ വെഡ്ഡിങ് ചാംസ് എന്നാണ് കേട്ടോ ഞാൻ ഈ ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് കളക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതെടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞ് അവസാനം വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടിട്ട് വരാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൈഡ് ഒരുങ്ങി ഇതേ ഇന്തോനേഷ്യൻ കുട്ടി നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ ഇതേ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനി ഇവർക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. ഇനി ഗ്രൂമിങ് മേക്കപ്പും കൂടി ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇവരെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാ പേരൻസൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് അവർ അമ്പലത്തിലോട്ട് പോകും. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് കെട്ട്. ഇനിയിപ്പോൾ നാളെയാണ് അവരുടെ ഒഫീഷ്യലി അവർക്ക് ഫങ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മളൊരു റിസപ്ഷൻ ലുക്കിൽ അവരെ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത മേക്കപ്പ് നാളെ ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു ലുക്കിലാണ് കുട്ടി അമ്പലത്തിലോട്ട് കെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രൂമിങ്ങിൻ്റെ മേക്കപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് പയ്യൻ. അപ്പോൾ പയ്യനെ നമ്മൾ മേക്കപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് ഹെയർ ഒന്ന് ചെയ്തു. ഹെയർ അപ്പോൾ അധികം ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സ്റ്റൈൽ അങ്ങനെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫേസ് മേക്കപ്പ് കുറച്ച് കൊടുത്തു. അതിനുശേഷം അവരുടെ എന്താ പറയുക താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ അത്ര തന്നെ ആ കൊച്ചിന് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പയ്യനെ പറ്റിയും നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ. പാവമായിരുന്നു. അങ്ങനെ പയ്യനെയും ഒരുക്കി. ഇനി അവർക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് കേട്ടോ. ഇനി ഞാൻ എന്താ പറയുക രണ്ടുപേരും അതിനെ കണ്ട ഭയങ്കര സന്തോഷവും കഥ പറച്ചിലും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അവരുടെ ഒരു ആ കുട്ടിയുടെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ തന്നെ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അവരുടെ ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഇവിടുന്ന് പോവും. അപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാം കേട്ടോ.